ചാരു എന്റെ പെങ്ങളുടെ മകൾ. അവൾക്ക് എല്ലാവരും സ്നേഹിക്കാൻ മാത്രമേ അറിയൂ. പെയ്തൊഴിയാതെ എല്ലാ ദിവസവും വൈകുന്നേരം 6:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. ഇവിടെ സംഭവിക്കുന്നതിനെല്ലാം ഒരു തരത്തിൽ കാരണക്കാരി നീയാ. നിങ്ങൾ എന്നെ എത്ര അപമാനിച്ചാലും ഞാൻ സഹിക്കാം. പ്രീതി അവസാനമായിട്ട് അവളുടെ അച്ഛനെ ഒന്ന് കണ്ടോട്ടെ. നടക്കില്ല. ഇവളകത്തേക്ക് കയറ്റി വിട്ട അച്ഛന്റെ ആത്മാവ് എന്നോട് ഒരിക്കലും പൊറുക്കില്ല. നീയും ഈ കുടുംബമായുള്ള എല്ലാ ബന്ധവും ഇന്നത്തോടെ അവസാനിച്ചു. ഇനി ഞങ്ങൾ ആരെങ്കിലും മരിച്ചു എന്ന് കേട്ടാ പോലും ഇങ്ങോട്ടൊന്നും വന്നു പോകരുത്. ഇപ്പൊ പ്രീതിയെ തടയാൻ അവകാശമുള്ളവരൊന്ന് ഇറങ്ങി പോകാൻ പറഞ്ഞല്ലോ. ഇനി എന്ത് കാണാൻ നിക്ക പൊക്കൂടെ? വേണ്ട, എനിക്ക് വേണ്ടി വെറുതെ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട. ഞാൻ എന്റെ അച്ഛനെ കാണുന്നില്ല. നിങ്ങളുടെ ആരുടെ മുന്നിൽ പോലും വരാൻ പോകുന്നില്ല. പ്രീതി സാരല്ല ഗിരിയേട്ട. അല്ലെങ്കിലും മരിച്ചു കഴിഞ്ഞ് വന്ന് കണ്ടിട്ട് എന്താ കാര്യം? അതിലൊന്നും വലിയ കാര്യമില്ല. നമുക്ക് പോവാം. ഗിരിയേട്ട, പ്രീതിയെ കൊണ്ട് പെട്ടെന്ന് പോവാൻ നോക്ക. ഇനി മൊത്തം ഡിപ്പാർട്ട്മെന്റും ഗിരിയെ കൊലയാളിയാക്കാനുള്ള തിടുക്കത്തിലാവും. നമ്മൾ വെറുതെ കാണികളായിട്ട് കാലും കയറ്റി ഇരുന്നാ മതി. ചടങ്ങഴിയാ നിൽക്കണ്ട, നമുക്കിറങ്ങിയാലോ? മഹിമേ. സെലീനെ, താനപ്പോന്നു? ഞാനിപ്പോ എത്തിയതേ ഉള്ളൂ. ആ, എനിക്ക് നിന്നോടൊരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. വക്കീല് ചെല്ല, ഞാൻ പുറകെ വരാം. എന്താ സെലീനെ? എന്റെ ഒരു മനസമാധാനത്തിന് വേണ്ടി ചോദിക്കുക. നീയാണോ പീതാംബരനെ? എന്താ നിനക്ക് അങ്ങനെ ഒരു സംശയം? അല്ല, കഴിഞ്ഞ തവണ അയാളെ റോഡിൽ വെച്ച് കണ്ടപ്പോ നീ അയാളെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയതല്ലേ? എന്റെ ചേച്ചിയെ കുറിച്ച് തന്നെ അനാവശ്യം പറയൂല്ലേ? തന്നെ ഞാൻ കൊല്ലും. മഹിമേ വീട്, മഹിമേ വീട്. പെട്ടെന്ന് ആരോ അയാളെ കൊന്നെന്ന് കേട്ടപ്പോ ഒന്ന് പേടിച്ചുപോയി. എന്നെ കൊണ്ട് ഒരാളെ കൊല്ലാനൊക്കെ പറ്റുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? നിന്നെ കൊണ്ട് അതിന് പറ്റായികയൊന്നുമില്ല. മാത്രമല്ല, നിന്റെ അച്ഛന്റെ മരണത്തിൽ അയാൾക്ക് പങ്കുള്ളതുകൊണ്ട് അതിൽ തെറ്റൊന്നും പറയാനും പറ്റില്ല. മഹിമേ, നീ പോവാൻ നോക്ക. സോറി മഹിമേ. പോകാൻ. അവള് പറഞ്ഞ ശരിയാണോ? നീ പീതാംബരനെ ഭീഷണിപ്പെടുത്തിയായിരുന്നോ? എടി, എന്നിട്ട് നീ എന്താ ഇതുവരെ അതിനെ കുറിച്ച് എന്നോട് പറയാതിരുന്നേ? എന്നിട്ട് വേണം ഗിരിയേട്ടിന് പകരം എന്നെ കൊലയാളിയാവാൻ സാധ്യതയുള്ളവരുടെ ലിസ്റ്റില് ഒന്നാമതെത്തിക്കാൻ. എനിക്ക് വട്ടൊന്നുമില്ല. മോളെ, പീതാംബരൻ മരിച്ച സമയത്ത് നീ എവിടെയായിരുന്നു? ഞാൻ വണ്ടി ഓടിച്ചോണ്ടിരിക്കായിരുന്നു. നിന്റെ കൂടെ വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നോ? ഇല്ല. എന്തുപറ്റി? എന്നെ അറസ്റ്റ് ചെയ്യാനുള്ള പരിപാടിയാണോ? ദേ, നീ കൂടുതൽ കളിക്കല്ലേ. ഇത് എത്ര വലിയ ഗൗരവമുള്ള വിഷയമാണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. അത് ഞാൻ മനസ്സിലാക്കി കൊടുത്തോളാം. ഇപ്പൊ പോലീസ് ഗിരിയെ മാത്രമേ കൊലയാളിയുടെ സ്ഥാനത്ത് കണ്ടിട്ടുള്ളൂ. പക്ഷെ നിനക്ക് നല്ല സാധ്യതയുണ്ട് അച്ഛനെ കൊന്ന ആളോട് പ്രതികാരം ചെയ്യാലോ. ആ, ഇതിനെക്കുറിച്ച് എന്തായാലും ഞാൻ മാഡത്തിനെ അറിയിക്കുന്നുണ്ട്. മാഡം, മാഡം, അനിത മാഡം, ഞാൻ പറയുന്ന ഓടി ഒന്ന് തീരുമ്പോ അടുത്ത ഇതുപോലെ പ്രശ്നം നീ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുവാണല്ലോ. നിനക്കിതേപ്പറ്റി ഒന്നും പറയാനില്ലേ? ഞാനെന്ത് പറയാനാ? നിങ്ങൾ തന്നെ ഓരോ കഥകൾ കെട്ടിച്ചമച്ച് ഓരോ കാരണങ്ങൾ പറയും. എന്നിട്ടത് സത്യമാണെന്ന് തെളിയിക്കാൻ ശ്രമിക്കും. എന്തായാലും
ഇതൊന്നും കണ്ട് ഞാൻ പേടിക്കാൻ പോകുന്നില്ല. നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എന്താന്ന് വെച്ചാ ചെയ്. എന്തുപറ്റി? അമ്മയ്ക്ക് ഞാൻ തിരിച്ച് വീട്ടിൽ കയറുന്നത് ഇഷ്ടാവില്ല എന്നറിയാം. അമ്മ കുറച്ച് ദേഷ്യപ്പെടുന്നേ ഉള്ളൂ. മനസ്സിലൊന്നും വെച്ചിട്ടല്ല സംസാരിക്കുന്നത്. താനൊന്നും കാര്യമാക്കണ്ട. അമ്മ ചെയ്തു തന്നെയാ ശരി. ഞാൻ കിരീട്ടിനെ സംശയിച്ചത് എത്ര വലിയ തെറ്റാണെന്ന് എനിക്കും അറിയാം. അപ്പോഴുള്ള മാനസികാവസ്ഥയിൽ ഞാൻ അറിയാതെ അങ്ങ് പറഞ്ഞു പോയതാ. കിരീട്ടൻ എന്നോട് ക്ഷമിക്കണം. ഛേ, എന്തൊക്കെയാ പ്രീതി പറയുന്നത്? പ്രീതിയുടെ സ്ഥാനത്ത് ആരാണെങ്കിലും എന്നെ സംശയിക്കുക തന്നെ ചെയ്യും. അതിൽ ഞാൻ തെറ്റൊന്നും കാണുന്നില്ല. ഞാനതൊന്നും മനസ്സിൽ വെച്ചിട്ടില്ല. പ്രീതി വരൂ. നിക്ക്. ഇവളെയും കൂട്ടിക്കൊണ്ട് ഈ വീടിന്റെ പടി ചവിട്ടരുതെന്ന് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ? എന്നിട്ടും നീ ഇവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നെങ്കിൽ അതിനർത്ഥം എന്റെ വാക്കിന് ഒരു വിലയും കൽപ്പിക്കുന്നില്ല എന്നല്ലേ? അതൊന്നും അല്ലമ്മേ. പ്രീതി അവളുടെ വീട്ടുകാരെ ഏൽപ്പിച്ചിട്ട് വരാനല്ലേ അമ്മ എന്നോട് പറഞ്ഞത്. പക്ഷെ ഒരു മരണ വീടാണെന്ന് പോലും നോക്കാതെ പ്രീതിയുടെ വീട്ടുകാര് പ്രീതിയുമായിട്ട് വഴക്ക് കൂടുകയായിരുന്നു. അവരിവളെ വീട്ടിൽ നിന്ന് പുറത്താക്കി. അപ്പൊ പിന്നെ ഞാൻ എന്ത് ചെയ്യണം? ഇവളെ എനിക്ക് പെരുവഴിയിലാക്കാൻ പറ്റുമോ? ആക്കിയാൽ എന്താ കുഴപ്പം? ഇവളുടെ വീട്ടുകാർക്കില്ലാത്ത എന്ത് ഉത്തരവാദിത്വം നിനക്ക് ഇവളോടുള്ളത്? അല്ലെങ്കിലും ഇപ്പൊ ഇവൾക്കൊരു ഹോസ്റ്റലിൽ നിൽക്കാൻ എന്താ കുഴപ്പം? പീതാംബരം വന്ന് പ്രശ്നം ഉണ്ടാക്കാൻ പോകുന്നില്ലല്ലോ. ഹരീഷിന്റെ ഡിവോഴ്സ് കേസും തീർപ്പായില്ലേ? അവന്റെ വീട്ടുകാർക്ക് ഇപ്പോഴും എന്നോട് നല്ല പകയുണ്ട്. കിരീടം കൂടെ ഉള്ളോണ്ടാ അവരൊന്നും ചെയ്യാതിരിക്കുന്നത്. ഇവിടുന്ന് പറഞ്ഞയച്ച അവരെന്നെ എന്ത് ചെയ്യാൻ മടിക്കില്ല.